അപ്പം നിങ്ങൾ NMOS എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ NMOS ആൻഡ് PMOS? I think you understood. Next, we are going to consider about CMOS. Okay, CMOS, which is actually known as complementary metal oxide semiconductor. Okay, CMOS. CMOS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. What is actually the difference between NMOS or PMOS and CMOS means? That is actually using complementary metal oxide semiconductor field effect transistor, which is using both NMOS and PMOS. Okay, in CMOS it consists of both NMOS and PMOS. That is actually known as എന്താണ് CMOS എന്ന് പറയുക. CMOSനകത്ത് എന്തുണ്ട്, NMOSും ഉണ്ട് PMOSും ഉണ്ട്. അപ്പോൾ ഇവിടെ NMOSും CMOSും ചേർന്നിട്ടാണ് ഒരു CMOS ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ CMOSന്റെ കേസിൽ നമുക്ക് എന്ത് വേണം, ഒരു CMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഒരു CMOS ഇൻവേർട്ടറൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? CMOS ഇൻവേർട്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആക്ച്വലി എന്താണ്, ഒരു NMOSും ഒരു PMOSും ചേർന്നിട്ട് ആണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒരു CMOS ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് VSS, ഓക്കെ, VDD VSS. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ ഇൻപുട്ട്. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു CMOS ഇൻവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CMOS ഇൻവേർട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് CMOS ഇൻവേർട്ടർ, we can able to see that it consists of both NMOS and PMOS. ഓക്കെ, അപ്പോൾ നമ്മൾ NMOSും PMOSും ഒരു സിംഗിൾ സബ്സ്ട്രേറ്റിൽ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ഒരു NMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്, NMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് എടുത്തത്. അതുപോലെ തന്നെ PMOS ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നമ്മൾ N ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ N ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മൾ PMOS ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, P ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മൾ NMOS ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു CMOSന്റെ കേസിൽ എന്തുണ്ട്, ബോത്ത് NMOS ആൻഡ് PMOS വിൽ ബി ദർ. Therefore, how can we fabricate this NMOS and PMOS in a single substrate? ഓക്കെ, ഒരു സിംഗിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് N ടൈപ്പ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ P ടൈപ്പ് സബ്സ്ട്രേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് CMOS ഫാബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബോത്ത് N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സബ്സ്ട്രേറ്റ് ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ്. Therefore, in that case, what you are actually going to the process which is actually known as to fabricate CMOS, what you are using the process which is actually known as P-well and N-well process. Okay, ഒരു P-well അല്ലെങ്കിൽ N-well ഫോം ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ദിസ് ഈസ് ആക്ച്വലി നോൺ ആസ് എന്താണ്, CMOS ഫാബ്രിക്കേഷൻ പ്രോസസ്സ്. അപ്പം നമ്മളിവിടെ CMOSന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ഒരു CMOS ഫാബ്രിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ CMOSന്റെ കേസിൽ എന്തുണ്ട്, ബോത്ത് NMOSും PMOSും ഉണ്ട്. Therefore, we can't able to fabricate these two MOS transistors in a single substrate. It is not possible. Therefore, what you are actually doing means we are just considering a single substrate. It is either N or P type substrate, and in this N or P type substrate we are just forming a well which is actually known as N well or P well. Okay, we are just forming a well. Okay, well നമ്മൾ ഫോം ചെയ്തിട്ട് ആ വെല്ലിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു കാണിച്ചു തരാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ P ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നോർമലി എന്ത് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ P ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നമുക്ക് നോർമലായിട്ട് എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാം, NMOS ഫാബ്രിക്കേറ്റ് ചെയ്യാം. N ഡിഫ്യൂഷൻ നടത്തി നമുക്ക് NMOS ഫാബ്രിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് സോഴ്സ്, ഇത് ഡ്രെയിന്, ഇത് ഗേറ്റ്. ദെൻ ഇൻ ദിസ് P ടൈപ്പ് സബ്സ്ട്രേറ്റിൽ ഹൗ ക്യാൻ വി ഫാബ്രിക്കേറ്റ് വാട്ട്, PMOSനെ നമുക്ക് ഇതിനകത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹിയർ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് യു ആർ ജസ്റ്റ് മേക്കിംഗ് എ വെൽ ഓഫ് N ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഒരു N ടൈപ്പ് സബ്സ്ട്രേറ്റിൻ്റെ ഒരു വെല്ല് ഫോം ചെയ്തു. ഓക്കെ, അപ്പം ഇപ്പോൾ സപ്പോസ് P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു N വെല്ലായിരിക്കും നമ്മൾ ഫോം ചെയ്യുക. ഈ N വെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു, വി ആർ ജസ്റ്റ് ഫാബ്രിക്കേറ്റിംഗ് P ടൈപ്പ് സബ്സ്ട്രേറ്റ്.
ഓക്കെ, പി ഡിഫ്യൂഷൻ നടത്തി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഏബിൾ ടു മേക്ക് PMOS. ഓക്കെ, അപ്പോൾ എന്തായി, ഇത് സോഴ്സ്, ഡ്രെയിന്, ഇത് ഗേറ്റ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് NMOS ആൻഡ് PMOS. Therefore it is actually acting as what, CMOS. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഒരു എൻ വെല്ല് നമ്മൾ എവിടെയായിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. എൻ വെൽ നോർമലി ഫോംസ് ഇൻ P-type substrate. N-well normally forms in P-type substrate. Okay, but if you want to form what, P-well, P-well പ്രോസസ്സിൽ എന്തായിരിക്കും എന്നാലും നടക്കുക, ഇത് N-well പ്രോസസ്സിലായിരിക്കും N-well ഫോം ചെയ്യുക. P-type substrate നമ്മൾ N-well ഫോം ചെയ്ത്, this process which is known as N-well process. And if you are just considering P-well process, what is P-well process? P-well പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, N-type substrateൽ നമുക്ക് നോർമലായിട്ട് എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാം, PMOS fabricate ചെയ്യാം. Okay, normally we can able to fabricate PMOS in N-type substrate. Okay, this is PMOS. But if you want to form NMOS in N-type substrate, what we are actually doing means we are just forming a P-well. Okay, P-well or P-type substrate, which is actually well of substrate, which is actually forming N-type substrate. And this N-type substrate, P-well, what we are actually forming, NMOS, which is actually forming. Okay, this is N diffusion നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, NMOS ഫോം ചെയ്യുന്നു. അപ്പം ഹിയർ PMOS and NMOS is there, therefore this is actually acting as CMOS. Okay, ക്ലിയർ ആയോ നിങ്ങൾക്ക്? വിനീഷ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? വിനീഷ ഈസ് there? വിനീഷ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? Okay, അപ്പോൾ this is actually the basic steps. Okay, these are the basic the process which is actually happens in N-well and P-well process. Okay, അപ്പോൾ ഇതാണ് നമ്മൾ CMOS ഫാബ്രിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. CMOS ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്, we can able to make NMOS and PMOS by using or by forming well in the particular substrate. What we are, where we are forming N-well means in P-type substrate we are just forming N-well, and where we are forming P-well means in N-type substrate we are just forming P-well. Okay, അപ്പം this is actually the basic thing which is actually happens in the CMOS fabrication process. Okay, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഈ N-type, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ടിൻ ഡെപ്പ് പ്രോസസ്സ് അല്ലെങ്കിൽ സിലിക്കൺ ഓൺ ഇൻസുലേറ്റർ പ്രോസസ്സ്. ഇങ്ങനെ രണ്ട് പ്രോസസ്സും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനകത്ത് ഉള്ളത് N-well പ്രോസസ്സ് മാത്രമേ നിങ്ങളുടെ സിലബസിനകത്തുള്ളൂ. അത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റാണ് ബേസിക് കൺസെപ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഡയഗ്രാം വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അപ്പോൾ നോർമലായിട്ടൊരു 10 മാർക്കിനോ 15 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ NMOS ഫാബ്രിക്കേഷൻ, സോറി N-well പ്രോസസ്സ്. ഓക്കെ, ആ N-well പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്സും നിങ്ങൾ വരച്ച്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മാസ്ക് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഏതൊക്കെ ഡിഫറെൻറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്, ഓരോ പ്രോസസ്സിനും ഏതൊക്കെ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. മിക്കവാറും ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് N-well CMOS പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അഡ്വാൻസ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് N-wellഉം P-wellഉം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ N-wellഉം P-wellഉം ഒരു സബ്സ്ട്രേറ്റിൽ തന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ടിൻ്റെ പ്രോസസ്സ് എന്ന് പറയും. അതുപോലെ തന്നെ സിലിക്കൺ ഓൺ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഏതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു NMOSഉം PMOSഉം നിങ്ങൾ സൈഡ് ബൈ സൈഡിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് N-well, വാട്ട് ഈസ് P-well, വാട്ട് ഈസ് ടിൻ ഡെപ്പ്, വാട്ട് ഈസ് സിലിക്കൺ ഓൺ ഇൻസുലേറ്റർ പ്രോസസ്സ് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, ഒരു CMOS ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് ഇൻ ദ N-well CMOS പ്രോസസ്സ്. ഓക്കെ, ഒരു CMOS എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു,
CMOS is actually what? Okay, ഒരു മിനിറ്റ്. ഓക്കെ. എൻവെൽ CMOS പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. ഈ എൻവെൽ CMOS പ്രോസസ്സിൻ്റെ കേസിൽ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്? എൻവെൽ CMOS പ്രോസസ്സിൻ്റെ കേസിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എൻവെൽ CMOS പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കമ്പയർഡ് ടു PWEL CMOS പ്രോസസ് ഇറ്റ് ഈസ് ഹാവിങ് ലോവർ സബ്സ്ട്രേറ്റ് ബയാസ് എഫക്റ്റ്, അതുപോലെ തന്നെ ഓൺ ട്രാൻസിസ്റ്റർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോ പാരസൈറ്റിക് കപ്പാസിറ്റൻസ് അസോസിയേറ്റഡ് വിത്ത് സോഴ്സ് ആൻഡ് ഡ്രെയിൻ റീജിയൻ. അതായത് ഈ ഒരു കേസിൽ നമുക്ക് പറയുവാണെങ്കിൽ ഒരു എൻവെൽ CMOS പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ ഏബിൾ ടു സേ ദിസ് PWEL CMOS പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻവെൽ CMOS പ്രോസസ് വിച്ച് ഈസ് ഹാവിങ് സം അഡ്വാൻറ്റേജസ് ഓർ ഇറ്റ് ഈസ് ഹാവിങ് സം സുപ്പീരിയാരിറ്റി ഓവർ PWEL പ്രോസസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് എന്താണ് ലോ ത്രെഷോ ബയാസ് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരസൈറ്റിക് എഫക്റ്റ്, അതായത് പാരസൈറ്റിക് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ കേസിൽ കുറവായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളുക. ഇനിയിപ്പം നിങ്ങൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഫോം ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എൻ റീജിയൻ അല്ലെങ്കിൽ എൻ വെൽ റീജിയൻ നമ്മൾ ഫോം ചെയ്യുന്നു. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ വെൽ നമ്മൾ ഫോം ചെയ്യുന്നത് എവിടെയാണ്? വേർ വി ആർ ഫോമിങ് എൻ വെൽ, ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തിട്ട് ആ പി ടൈപ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുക്കുന്നു. ആ പി ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ വെല്ല് ഫോം ചെയ്യുന്നത്. അപ്പം എൻ വെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എൻ വെല്ലിൻ്റെ ആവശ്യം ചുറ്റും എൻ വെല്ല് ഒഴികെയുള്ള പ്രദേശങ്ങളിൽ റീജിയൻസിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സൈഡ് ലെയർ കോട്ട് ചെയ്യുന്നത്. അതായത് ഓക്സൈഡ് എന്താണ്? ഓക്സൈഡ് വിച്ച് വാട്ട്? ഓക്സിഡേഷൻ പ്രോസസ്സ് വഴി. ആക്ച്വലി നിങ്ങൾ ഈ എൻ വെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? എൻ വെല്ല് ഫോം ചെയ്യാൻ നമ്മൾ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക, അല്ലേ? ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏത് ഏരിയയിലാണ് നമുക്ക് എൻ വെല്ല് ഫോം ചെയ്യേണ്ടത്? അതിനൊരു പർട്ടിക്കുലർ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് മാസ്ക് എന്താണെന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും. ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്തിനാണ് ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്? ടു സെലക്ട് ദ പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഈ പർട്ടിക്കുലർ എൻ ഡിഫ്യൂസ് ചെയ്യേണ്ട ഏരിയ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഏരിയ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം അത് ഫോട്ടോ ലിത്തോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്സൈഡ് കോട്ടിങ് ചെയ്യുന്നു, ഫോട്ടോ റെസിസ്റ്റ് ലെയർ കോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ സ്ക്രീൻ പോയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഏരിയ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എൻ റീജിയൻ ഫോം ചെയ്യാൻ ഒരു മാസ്ക് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്താണ് നമ്മളൊരു നമ്മളുടെ എൻവെൽ CMOS പ്രോസസ്സിൻ്റെ നിങ്ങളോട് ചോദിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുക എന്ന് വെച്ചാൽ വാട്ട് ഈസ് എൻവെൽ CMOS പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് ചോദിക്കും. അതുകൂടാതെ ഏതൊക്കെ മാസ്ക്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മാസ്ക് യൂസ്ഡ് ഹിയർ. ഓക്കെ, ഓരോ മാസ്ക് ഏതൊക്കെയാണ് എന്ന് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മാസ്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു മാസ്ക് യൂസ് ചെയ്തു. പിന്നെ ഇപ്പം നമ്മൾ എൻവെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഈ എൻമോസ് ആൻഡ് PMOS റീജിയൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഡിഫൈൻ എൻമോസ് ആൻഡ് PMOS ഏരിയ. അപ്പോൾ നമുക്കറിയാം എൻമോസ് റീജിയൻ എന്ന് പറഞ്ഞാൽ പിയിലാണ് നമ്മൾ എൻമോസ് ഫോം ചെയ്യേണ്ടത്. പി ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മൾ എൻമോസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് NMOS we are just forming in this region and PMOS we are just forming in this region. Okay, here we are forming NMOS and here we are forming PMOS. Okay, PMOS എവിടെയാണ് ഫോം ചെയ്യുന്നത്? എൻ വെല്ലിലാണ് നമ്മൾ PMOS ഫോം ചെയ്യുന്നത്. പി ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മൾ എൻ ഡിഫ്യൂഷൻ നടത്തിയിട്ട് NMOS ഫോം ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ഏരിയയാണ് ഡിഫൈൻ NMOS ആൻഡ് PMOS ആക്റ്റീവ് ഏരിയസ്, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് വാട്ട്? ഫീൽഡ് ആൻഡ് ഗേറ്റ് ഓക്സിഡേഷൻ. അപ്പം ആക്ച്വലി നിങ്ങൾക്കറിയാം ഒരു ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പം നിങ്ങൾക്കറിയാം
ഫീൽഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഫീൽഡ് ഓക്സൈഡ്, തിക്ക് ഓക്സൈഡ്. ആൻഡ് തിൻ ഓക്സൈഡ്, ഇതാണ് തിൻ ഓക്സൈഡ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗേറ്റ് ഓക്സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഗേറ്റ് ഏതിൻ്റെയൊക്കെ ഗേറ്റ് വേണം? എൻമോസിന് ഒരു ഗേറ്റ് വേണം, അതുപോലെ തന്നെ പിമോസിനും ഒരു ഗേറ്റ് വേണം. അപ്പം എൻമോസിന്റെ ഗേറ്റ് നമ്മൾ ഗേറ്റ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു തിൻ ഓക്സൈഡ് ലെയർ ഫോം ചെയ്യണം. അതുപോലെ തന്നെ അത് രണ്ട് റീജിയണിലും, എൻമോസിലും ഈ റീജിയണിലും ഇവിടെയും നമ്മൾ ഫോം ചെയ്യണം. അതുപോലെ തന്നെ തിക്ക് ഓക്സൈഡ്, തിക്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? തിക്ക് ഓക്സൈഡ് നമ്മൾ ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് എൻ ഡിഫ്യൂഷൻ ചെയ്യേണ്ട ഏരിയ ഒഴിച്ചുള്ള ബാക്കി ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യണം? തിക്ക് ഓക്സൈഡ് നമുക്ക് ഫോം ചെയ്യണം. അപ്പം ദാറ്റ് ഈസ് ആക്ച്വലി ദ തേർഡ് സ്റ്റെപ്പ്, ഫീൽഡ് ആൻഡ് ഗേറ്റ് ഓക്സിഡേഷൻ. ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് തിൻ ഓക്സൈഡ് ആൻഡ് തിക്ക് ഓക്സൈഡ്. ഫീൽഡ് ഓക്സൈഡ് എന്ന് പറയുന്നത് തിക്ക് ഓക്സൈഡ് ആണ്. തിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തിൻ ഓക്സൈഡിന്റെ മുകളിൽ ഒരു പോളിസിലിക്കൺ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ആക്ടിങ് ആസ് ഗേറ്റ്. ഓക്കെ, സ്ക്രീൻ പോകുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഗേറ്റ്. അപ്പം ഗേറ്റ് ഫോം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഗേറ്റ് ഫോം ചെയ്യാൻ നമുക്ക് തിൻ ഓക്സൈഡ് വേണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ എന്താണ്? ഫോം ആൻഡ് പാറ്റേൺ പോളിസിലിക്കൺ. അതായത് ഈ തിൻ ഓക്സൈഡിന്റെ മുകളിൽ നമ്മൾ പോളിസിലിക്കണിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പാറ്റേണിങ് ഓഫ് പോളിസിലിക്കൺ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. വാട്ട് ഈസ് പാറ്റേണിങ് ഓഫ് പോളിസിലിക്കൺ എന്ന് പറഞ്ഞാൽ ഒരു തിൻ ഓക്സൈഡിന്റെ മുകളിൽ നിങ്ങൾ പോളിസിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പാറ്റേണിങ് ഓഫ് പോളിസിലിക്കൺ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ഇവിടെ കവർ ചെയ്തു, പാറ്റേണിങ് ഓഫ് പോളിസിലിക്കൺ. അപ്പോൾ എന്തൊക്കെയാണ്? എൻ റീജിയൻ ഫോം ചെയ്തു, എൻമോസ് ആൻഡ് പിമോസ് ഏരിയ എവിടെയാണെന്ന് സെലക്ട് ചെയ്തു. ഇതെല്ലാം ഒരുമിച്ചാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഇങ്ങനെ നിങ്ങൾ വരച്ചാൽ മതി. ഫീൽഡ് ആൻഡ് ഗേറ്റ് ഓക്സൈഡ് എവിടെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാറ്റേണിങ് ഓഫ് പോളിസിലിക്കൺ, അതായത് ഈ തിൻ ഓക്സൈഡിന്റെ മുകളിൽ പോളിസിലിക്കൺ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റീജിയണിൽ നമുക്ക് എന്ത് ഡിഫ്യൂഷൻ നടത്തണം? എൻ ഡിഫ്യൂഷൻ നടത്തണം. ഇവിടെ നമുക്ക് എൻ ഡിഫ്യൂഷൻ നടക്കണം, ഇവിടെ നമുക്ക് പി ഡിഫ്യൂഷൻ നടത്തണം. ഓക്കെ, പി ഡിഫ്യൂഷൻ നടത്തണം. അപ്പം എൻ ഡിഫ്യൂഷൻ നടത്തേണ്ട റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, പി ഡിഫ്യൂഷൻ നടത്തേണ്ട റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഈ രണ്ട് റീജിയണും നമുക്ക് സെലക്ട് ചെയ്യണം. എൻ ഡിഫ്യൂഷൻ എവിടെയാണ് നടത്തേണ്ടത്? പി ഡിഫ്യൂഷൻ. അപ്പം അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻ ഡിഫ്യൂഷൻ നടത്തണം, എൻ ഡിഫ്യൂഷൻ നടത്തണം. എൻ ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് പോസിറ്റീവ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു എൻ റീജിയനെ നമുക്ക് എൻ ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് എൻ പ്ലസ് പോസിറ്റീവ് മാസ്ക്. ഓക്കെ, അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻ ഡിഫ്യൂഷൻ നടത്തി. ഇനിയിപ്പം അടുത്ത ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പി ഡിഫ്യൂഷൻ നടത്തണം. പി ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ എൻ പ്ലസ് നെഗറ്റീവ് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പി ഡിഫ്യൂഷൻ നടത്താൻ നമ്മൾ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് ഔട്ട്സൈഡിലേക്ക് കോണ്ടാക്ട് ഫോം ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഔട്ട്സൈഡിലേക്കുള്ള നമുക്ക് കോണ്ടാക്ട് നമ്മൾ ഫോം ചെയ്യണം എങ്കിൽ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു? നമ്മൾ കോണ്ടാക്ട് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങൾ മെറ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. മെറ്റൽ കോണ്ടാക്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കോണ്ടാക്ട് വേണം? ഇവിടെ ഒരു കോണ്ടാക്ട് വേണം, സോഴ്സ് ഇവിടുത്തെ ഡ്രെയിൻ തമ്മിൽ കോണ്ടാക്ട് വേണം. ഇവിടുത്തെ സോഴ്സും ഇവിടുത്തെ ഡ്രെയിനും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഗേറ്റ്, അതെല്ലാം എന്ത് ചെയ്യണം? കോണ്ടാക്ട് വേണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കോണ്ടാക്ട് കട്ട്സ് നമ്മൾ ഫോം ചെയ്യുന്നു. എവിടെയാണ് കോണ്ടാക്ട് വേണ്ടത് ആ പൊസിഷൻ ഒഴിച്ചുള്ള ബാക്കി റീജിയണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കോണ്ടാക്ട് ഔട്ട്സൈഡിലേക്ക് വേണ്ടാത്ത റീജിയനിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പോൾ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഓക്സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ബാക്കി പോർഷനിൽ കോണ്ടാക്ട് കട്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെയാണോ കോണ്ടാക്ട് വേണ്ടത് അവിടെ മാത്രം ഒരു ചെറിയ കട്ട് ഇട്ട് ബാക്കി എല്ലാ റീജിയനിലും നമ്മൾ എന്ത് ചെയ്യും? ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് പാറ്റേൺ മെറ്റലൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. അതായത് മെറ്റൽ ഐസേഷൻ, അതായത് ഈ കോണ്ടാക്ട് കട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു മേക്ക് ദ കോണ്ടാക്ട് ഔട്ട്സൈഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്, കോണ്ടാക്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ ഇതാണ് പാറ്റേൺ മെറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്? ഓവർ ഗ്ലാസ് ആൻഡ് കട്ട്സ് ഫോർ
ബോണ്ടിങ് പാർട്സ്. അപ്പം അതാണ് ജസ്റ്റ് ഇതിനെല്ലാം മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു കവർ ചെയ്തിട്ട് ഓവർ ഗ്ലാസ് ലെയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ദാറ്റ് ആർ ഇൻവോൾവ്സ് ഇൻ ദ എൻവെൽ സിമോസ് പ്രോസസ്. അപ്പം എൻവെൽ സിമോസ് പ്രോസസ്സിന്റെ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു സിമോസ് ഇൻവേർട്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കുക, ഇവിടെ അവിടെ വെച്ച പോലെ എൻവെൽ ഈ സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ എൻവെൽ ഫോം ചെയ്തു, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ എൻമോസ് ഫോം ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ എൻ വെല്ലിൽ നമ്മൾ പി മോസ് ഫോം ചെയ്തു. അപ്പം ദിസ് ഈസ് ആക്ച്വലി പി മോസ്, ദിസ് ഈസ് ആക്ച്വലി എൻ മോസ്. അപ്പം നിങ്ങൾക്കറിയാം ഒരു ഇൻവേർട്ടർ ആണ് ഇവിടെ വരച്ചേക്കുന്നത് കേട്ടോ. ഇതൊരു ഇൻവേർട്ടർ ആണ്, ഒരു സിമോസ് എൻവെൽ ഇൻവേർട്ടർ വരച്ചിരിക്കുകയാണ്. എൻവെൽ സിമോസ് ഇൻവേർട്ടറിന്റെ കേസിൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് നേരത്തെ വരച്ച് കാണിച്ചതാണ്. ഇത് വി ഔട്ട്, ഓക്കെ, ഇത് വി ഇൻ, ഇത് ഇൻപുട്ട്, ഇത് വി എസ് എസ്, ഇത് ഇത് വി ഡി ഡി, ഇത് വി എസ് എസ്, ഇത് ഗ്രൗണ്ട്. വി എസ് എസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു രണ്ടിൻ്റെയും ഗേറ്റിൽ. അപ്പം രണ്ടിൻ്റെയും ഗേറ്റ് തമ്മിൽ കണക്ട് ചെയ്തു. ഇത് ഇത് എൻമോസിന്റെ ഗേറ്റ്, ഇത് പി മോസിന്റെ ഗേറ്റ്, അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഇൻപുട്ട് ആൻഡ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം എന്താണ്, നമ്മൾ ഒന്നിൻ്റെ ഡ്രെയിനും ഒന്നും സോഴ്സും ചേർന്നിട്ടാണ് നമ്മൾ ഗേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഒന്നിൻ്റെ ഡ്രെയിനും ഒന്നിൻ്റെ സോഴ്സും ചേർന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഔട്ട്പുട്ട്. ആൻഡ് വി ഡി ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നോർമലായിട്ട് സപ്ലൈ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവും ഒന്ന് ഗ്രൗണ്ടുമാണ്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ എൻ നമ്മൾ ഡിഫ്യൂഷൻ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു, ഒന്ന് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? വി എസ് എസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവിലും ഒന്ന് ഗ്രൗണ്ടിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു പി ഡിഫ്യൂഷനും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ നോക്കണ്ട. അപ്പോൾ എന്താണ് വി ഡി ഡി, എന്താണ് വി എസ് എസ്, ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആക്ച്വലി നമ്മൾ ഒരു എൻവെൽ സിമോസ് നമ്മൾ ഫോം ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു എൻവെൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ജസ്റ്റ് സിമോസ് ഇൻവേർട്ടറിന്റെ ഡയഗ്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് എൻവെൽ പ്രോസസ് എന്ന് ചോദിച്ചാൽ ഇൻവേർട്ടറിന്റെ ഡയഗ്രാം വരയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് വരച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഒരു സിമോസ് ഇൻവേർട്ടറിന്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇപ്പം നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു സിമോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് എൻമോസ് ആൻഡ് പിമോസ്. Therefore, if you want to form NMOS and PMOS in a single substrate, what we are actually doing means we are best making a well of N substrate in P-type substrate. Okay, N-well process ആണെങ്കിൽ ഒരു P-type substrate we are just forming an N-well, and in that N-well we are just forming PMOS, and in P-type parent substrate what we are actually forming NMOS. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് മാനസുണ്ടോ? മാനസ്, ജിനീറ്റ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഓരോ പ്രോസസ്സിനും ഓരോ സ്റ്റെപ്സിനും ഓരോ മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓരോരോ പ്രോസസ്സിനും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മാസ്ക് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. എന്താണ് സിമോസ് ഇൻവേർട്ടർ, ഏതൊക്കെയാണ് സ്റ്റെപ്സ്, അതുകൂടാതെ ഡിഫറെൻറ്റ് മാസ്ക് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, മസ്റ്റ് മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഡിഫൈൻസ് ദ ഏരിയ. ഓക്കെ, ഡിഫൈൻസ് ദ ഏരിയ ഇൻ വിച്ച് ദ ഡീപ്പ് എൻവെൽ ഡിഫ്യൂഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ്. അപ്പം ആദ്യത്തെ മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു എൻ വെല്ല് ഫോം ചെയ്യേണ്ടത്, അതിന് വേണ്ട ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ ഏരിയ ഇൻ വിച്ച് ഡീപ്പ് എൻവെൽ ഡിഫ്യൂഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മാസ്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ എൻ വെല്ല് ഫോം ചെയ്യാനുള്ള മാസ്ക് ആണ് നമ്മളുടെ ഫസ്റ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി
to form this N well, we are just using first mask. And second mask എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Thin ox regions and those area which thick oxide layer is to be stripped and thin oxide to be grown according to accommodating N-type and N and P-type transistor and diffusion wires. അപ്പം നമുക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്ക് ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് തിൻ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ റീജിയണിൽ തിക്ക് ഓക്സൈഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? എൻമോസും പിമോസും ഫോം ചെയ്യണം അല്ലേ? നമുക്ക് ഇവിടുത്തെ തിക്ക് ഓക്സൈഡ്സ്, ഇത് തിക്ക് ഓക്സൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ദോസ് ഏരിയാസ് ഇൻ വിച്ച് തിക്ക് ഓക്സൈഡ് ഈസ് ടു ബി റിമൂവ്ഡ് ആൻഡ് തിൻ ഓക്സൈഡ് വിച്ച് ഈസ് ആക്ച്വലി ഫോംസ്. അതാണ് നമ്മളുടെ തിൻ ഓക്സൈഡ് റീജിയൺ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണ് തിൻ ഓക്സൈഡ് വേണ്ടത്? ഈ എൻമോസിന്റെ ഗേറ്റിന് തിൻ ഓക്സൈഡ് വേണം, പിമോസിന്റെ ഗേറ്റിന് നമുക്ക് തിൻ ഓക്സൈഡ് വേണം. അപ്പോൾ ഈ രണ്ട് ഏരിയയിലെയും തിൻ ഓക്സൈഡ് സെലക്ട് ചെയ്യേണ്ട വേണ്ടിയാണ് നമ്മൾ സെക്കൻഡ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫൈൻസ് തിൻ ഓക്സ് റീജിയൻസ്. തിൻ ഓക്സൈഡ് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. തിൻ ഓക്സൈഡ് ആണ് നമ്മളുടെ ഗേറ്റിന്റെ തൊട്ട് താഴെ, പോളിസിലിക്കണും ഗേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? തിൻ ഓക്സൈഡിന്റെ മുകളിൽ പോളിസിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ആ ഗേറ്റ് ഫോം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? തിൻ ഓക്സൈഡിന് മുകളിൽ തിക്ക് ഓക്സൈഡ് പോളിസിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം തിൻ ഓക്സൈഡ് എവിടെയാണ് വേണ്ടതെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പം തേർഡ് മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിസിലിക്കണിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ, പാറ്റേണിംഗ് ഓഫ് പോളിസിലിക്കൺ ലെയർ വിച്ച് ഈസ് ഡെപ്പോസിറ്റഡ് ആഫ്റ്റർ തിക്ക് ഓക്സൈഡ്. അപ്പം തേർഡ് മാസ്ക് നമുക്ക് പോളിസിലിക്കണിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചോളുക. ആൻഡ് ഫോർത്ത് മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് N പ്ലസ് പോസിറ്റീവ് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാസ്ക് 4 ഈസ് ആഡഡ് ഇൻ എഫക്ട് വിത്ത് മാസ്ക് 2. അതായത് നമുക്കറിയാം മാസ്ക് 2ൽ തിന്നോക്സ് റീജിയൻ ഉണ്ട്. അപ്പോൾ അത് മാസ്കിന്റെ കൂട്ടത്തിലാണ് നമ്മൾ മാസ്ക് 4 യൂസ് ചെയ്യുന്നത്. ഡിഫൈൻസ് ദ ഏരിയ ഫോർ ഡിഫ്യൂഷൻ ഓഫ് പി ടൈപ്പ് ഇമ്പ്യൂരിറ്റി. അതായത് പി ഡിഫ്യൂഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഫോർത്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പി ഡിഫ്യൂഷൻ എവിടെയാണ് നടത്തേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർത്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് മാസ്കോ നമുക്ക് യൂസ് ചെയ്യുന്നത് എൻ ഡിഫ്യൂഷന് വേണ്ടിയാണ് നമ്മൾ ഫിഫ്ത്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. എൻ ഡിഫ്യൂഷൻ എവിടെയാണ് നമുക്ക് എൻ ഡിഫ്യൂഷൻ നടത്തേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഫിഫ്ത്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് സിക്സ്ത് മാസ്ക് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് കോണ്ടാക്ട് കട്ട്സ് വേണം. എവിടെയാണ് നമ്മളുടെ ഔട്ട്സൈഡ് വേർഡിലേക്ക് എങ്ങോട്ടാണ് കോണ്ടാക്ട്, നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ ടെർമിനൽസ് എടുക്കേണ്ടത് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ സിക്സ്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. At this stage, contact cuts which is to be defined by using mask 6. Okay, and mask 7 which is actually used to മെറ്റൽ ലെയർ പാറ്റേൺ, അതായത് മെറ്റലൈസേഷന് വേണ്ടിയാണ് നമ്മൾ സെവൻത് മാസ്ക് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് നമുക്ക് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെവൻത് മാസ്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് എയ്ത്ത് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു, ഓവർ ഗ്ലാസ് ലെയർ, ഓവറോൾ പാസിവേഷൻ ലെയർ ഈസ് അപ്ലൈഡ് ദിസ് മാസ്ക്. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ കവർ ചെയ്യുമ്പോൾ എവിടെ ഓപ്പണിംഗ് വേണം, എവിടെ മാത്രം ഓപ്പണിംഗ് വേണം എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് 8 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു CMOS എൻവെൽ പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്താണ് CMOS എന്ന് ആദ്യം പറയുക. അതിനകത്ത് എൻമോസും ഉണ്ട്, പിമോസും ഉണ്ട്. അപ്പം അത് ഒരു സിംഗിൾ സബ്സ്ട്രേറ്റിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് വി ആർ ജസ്റ്റ് ഫോമിങ് എ വെൽ ഇൻ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ്. അപ്പോൾ എൻവെൽ ആണെങ്കിൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നമ്മൾ എൻവെൽ ഫോം ചെയ്ത് എൻവെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ പിമോസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നമ്മൾ എൻമോസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. ഈ എൻമോസും പിമോസും ചേർന്നിട്ടാണ് നമുക്ക് CMOS ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നിങ്ങൾ പറയുക. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്സ്, ഈ ഡയഗ്രാം വരച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഓരോരോ സ്റ്റെപ്സും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മാസ്ക് യൂസ് ചെയ്തെന്നും കൂടി എഴുതുക. ഏതൊക്കെ ഡിഫറെൻറ്റ് മാസ്ക് ആണ്, മാസ്ക് എന്തിനാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാനാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോസസ്സിനും എല്ലാ സ്റ്റെപ്സിനും മാസ്ക് നമ്മൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എത്ര മാസ്ക് നമ്മൾ യൂസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അപ്പം ഈ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഓരോരോ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് ഓരോരോ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. ഓക്സിഡേഷൻ ചെയ്യണമെങ്കിൽ ഒരു മാസ്ക് യൂസ് ചെയ്താലേ ഓക്സിഡേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനുശേഷം എച്ച് ചെയ്യണമെങ്കിൽ ഏത് ഏരിയയിലാണ് എച്ച് ചെയ്ത് കളയേണ്ടത് എന്ന് നമ്മൾ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഓരോ സ്റ്റെപ്സും നിങ്ങൾ ഈ മാസ്ക് യൂസ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ.